നമസ്കാരം. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ലോക്സഭയിൽ എത്തിയിട്ടുള്ളത് ആരൊക്കെയാണെന്നറിയാമോ? അവർ 5 പേരാണ്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ തവണ അംഗമായത് ആരാണ് എന്ന് ചോദിച്ചാൽ അതൊക്കെ മിക്ക മലയാളികൾക്കും ചിലപ്പോൾ മനഃപ്പാഠമാകുന്ന കാര്യമായിരിക്കും, അല്ലെങ്കിൽ തിരിച്ചറിയാവുന്ന കാര്യമായിരിക്കും. എന്നാൽ ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ തവണ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്? ആ റെക്കോർഡ് കൈവശം വച്ചിരിക്കുന്നവർ ആരൊക്കെയാണ്? അത്തരത്തിലുള്ള നേതാക്കൾ എന്ന് പറയപ്പെടുന്നത് കോൺഗ്രസിനുള്ളിൽ തന്നെ ഒത്തിരി നേതാക്കളുണ്ട്. കേരളത്തിൽ നിന്ന് ഏറ്റവും തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് ലോക്സഭാ MP ആയതിൻ്റെ റെക്കോർഡ് 5 നേതാക്കളുടെ കൈപ്പറ്റിൽ അല്ലെങ്കിൽ അവരുടെ പേരിനൊപ്പമാണ് എന്ന് പറയാം. അതായത് 7 തവണ വീതമാണ് കേരളത്തിൽ നിന്ന് ഇവരെല്ലാവരും ലോക്സഭയിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. അതിൽ കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കൂടാതെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളായിട്ടുള്ള ഇ അഹമ്മദും ഇബ്രാഹിം സുലൈമാൻ സേട്ടും, കൂടാതെ GM ബിനാത്ത് വാല, ഇവരാണ് 7 തവണ വിജയിച്ച് ലോക്സഭയിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള കൊടിക്കുന്നിൽ 1989, 91, 96, 99 വർഷങ്ങളിൽ അടൂരിൽ നിന്നും 2009, 14, 19 വർഷങ്ങളിൽ മാവേലിക്കരയിൽ നിന്നും ലോക്സഭയിലേക്ക് എത്തുകയായിരുന്നു. കേന്ദ്രമന്ത്രിയായിരുന്നു. KPCC അധ്യക്ഷനായിട്ടുള്ള മുൻ അധ്യക്ഷനായിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ 84, 89, 91, 96, 98 കണ്ണൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. 2009, 2014 വർഷങ്ങളിൽ വടകരയിൽ നിന്ന് വിജയിക്കുകയും ചെയ്തു. അങ്ങനെ 7 വർഷം. പല നേതാക്കളുടെയും കടന്നുവരവ് പലപ്പോഴും ഈ കോൺഗ്രസിനുള്ളിൽ തന്നെ പടലപ്പിണക്കങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മുസ്ലിം ലീഗിൻ്റെ കരുത്തനായ നേതാവായിരുന്നു ഇ അഹമ്മദ് എന്നുള്ളത്. ഇ അഹമ്മദ് 1991, 96, 98, 99 വർഷങ്ങളിൽ പഴയ മഞ്ചേരി മണ്ഡലത്തിൽ നിന്ന് 2004 പൊന്നാനിയിൽ നിന്നും 2009, 2014 വർഷങ്ങളിൽ മലപ്പുറത്ത് നിന്നും വിജയിച്ച് ലോക്സഭയിലെത്തി എന്നുള്ളതാണ്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാലം കേന്ദ്രമന്ത്രി പദത്തിലിരുന്നത് ഇ അഹമ്മദാണ്. കേരളത്തിൽ നിന്ന് പലതവണ മത്സരിച്ച ലീഗിൻ്റെ ദേശീയ മുഖങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഈ ഇബ്രാഹിം സുലൈമാൻ സേട്ട് എന്ന് പറയപ്പെടുന്നത്. സേട്ട് 1967, 71 അപ്പോഴൊക്കെ കോഴിക്കോട് നിന്ന് മത്സരിച്ചു. 77, 80, 84, 89 മഞ്ചേരിയിൽ നിന്ന് മത്സരിച്ചു. 91 പൊന്നാനിയിൽ നിന്ന് മത്സരിച്ചു. ഇങ്ങനെയാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് എത്തപ്പെടുന്നത് 7 പ്രാവശ്യം. ലീഗിൻ്റെ ദേശീയ മുഖമായിരുന്ന മറ്റൊരു നേതാവാണ് GM ബിനാത്ത് വാല. ബിനാത്ത് വാലയാകട്ടെ 7 വട്ടം 77, 80, 84, 89, 96, 98, 99 എല്ലാം പൊന്നാനിയിൽ നിന്നാണ് വിജയിച്ചിട്ടുള്ളത്. ഇവിടെ ഞാനിത് പറയാൻ കാരണം കേരളത്തിൽ നിന്ന് 7 വട്ടത്തിലധികം ജയിച്ചു പോയിട്ടുള്ള മന്ത്രിമാരായിട്ടുള്ള MP-മാരായി തീർന്ന ഈ നേതാക്കളൊക്കെ കേരളത്തിന് വേണ്ടി എന്തു ചെയ്തു? 7 വട്ടവും ഇവരെ വിജയിപ്പിച്ചെടുക്കുവാൻ തരത്തിലേക്ക് നമ്മുടെ ജനങ്ങൾ മണ്ടന്മാരായിരുന്നു. ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയും 7 നിയമസഭാ മണ്ഡലങ്ങൾ കൂടിച്ചേരുകയും ചെയ്യുന്ന ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ലോക്സഭയിൽ പ്രസംഗിക്കാൻ അവസരം കിട്ടുമ്പോൾ പോലും അതിന് മുതിരാതെ ആ ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നടത്താതെ ഇങ്ങനെ കുതിപ്പ് നടത്തുന്ന, അത് കോൺഗ്രസിൻ്റെ ആകട്ടെ മുസ്ലിം ലീഗിൻ്റെ ആകട്ടെ ആരുടെ നേതാക്കളുമായാലും കുഴപ്പമില്ല, കൊടിക്കുന്നിൽ സുരേഷ്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, GM ബിനാത്ത് വാല, ഇബ്രാഹിം സുലൈമാൻ സേട്ട്, ഇ അഹമ്മദ് തുടങ്ങിയ ഈ നേതാക്കളൊക്കെ ഇങ്ങനെ 7 പ്രാവശ്യമാണ് ഇവിടെ നിന്ന് ജയിച്ചു കയറി അങ്ങ് ഡൽഹിയിലേക്ക് വിമാനം കയറിയത്. കേരളത്തിന് എന്ത് നേട്ടമുണ്ടാക്കി? ഏറ്റവും കൂടുതൽ കാലം മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന വ്യക്തിത്വമായിരുന്നു ഇ അഹമ്മദ് എന്ന് പറയപ്പെടുന്നത്. എന്ത് നേട്ടമാണ് ഇ അഹമ്മദിനെ പോലൊരാൾ മുസ്ലിം ലീഗിൽ നിന്ന് UDFൻ്റെ കാൻഡിഡേറ്റായിട്ട് മത്സരിച്ച് ഡൽഹിയിലെത്തിയത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ പറയുന്ന കഥാപാത്രങ്ങളെല്ലാം തന്നെ 7 വട്ടവും ജനങ്ങളുടെ വോട്ട് നേടി അധികാരത്തിലെത്തുകയും ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നടത്താതെ തൻ കാര്യം മാത്രം നോക്കി സ്വജനപക്ഷപാതം നടത്തിയിരുന്ന സ്വാർത്ഥമതികളായിരുന്ന നേതാക്കന്മാരായിരുന്നു എന്ന് പറയേണ്ടി വരും. ഇന്നും ഞാനിത് പറയാൻ കാരണം ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എത്ര വട്ടം വിജയിപ്പിച്ചു എന്നുള്ളതല്ല, വിജയിച്ചു വരുമ്പോൾ ഈ നാടിനു വേണ്ടി എന്തു ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അങ്ങനെ ചെയ്യുന്നവരാരാണോ അവരെ നിങ്ങൾ വിജയിപ്പിക്കുക. അവിടെ നിങ്ങൾക്ക് അവരുടെ ജാതിയോ മതമോ നിറമോ എന്തിന് അവരുടെ പാർട്ടി പോലും നോക്കണ്ട. രാജ്യത്തിൻ്റെ വികസനമാണ് ലക്ഷ്യമെങ്കിൽ, ദേശീയതയാണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് ആർക്ക് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒന്നിലധികം തവണ ജയിച്ചു കയറിയത് കൊണ്ടോ
അങ്ങനെ ജയിച്ചു കയറുന്നവർ ഒരു ഭാരമായി ലോക്സഭാ മണ്ഡലത്തിൽ നിൽക്കുന്നത് കൊണ്ടോ ആർക്കും ഉപകാരമാകുന്നില്ല. പകരം ജയിച്ചു കയറുന്നവർ വികസന കാര്യങ്ങളിൽ മുന്നിൽ നിൽക്കുകയും രാജ്യത്ത് അഴിമതിയെ തുളച്ചു നിൽക്കുന്നതിൽ അവരോടൊപ്പം ചേരുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അവരെ നിങ്ങൾ വീണ്ടും വിജയിപ്പിച്ചുകൊള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് പുതിയൊരാളെയാണ്. അതൊരു പരീക്ഷയല്ല, ഒരു പരീക്ഷണമാണ്.